الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാം ദീനിലെ ഏറ്റവും മഹത്തരവും പ്രധാനപ്പെട്ടതുമായ അടിസ്ഥാന തത്വം ആരാധനകളിൽ അങ്ങേ അറ്റത്തെ ഇഖ്ലാസ് നിലനിർത്തി പോരുക എന്നതാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ആരാധന നിർവഹിക്കാനാണ് മനുഷ്യരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഇഖ്ലാസ്? എന്താണ് ഇഖ്ലാസ്? അൽ ഇഖ്ലാസ് ഹുവ അല്ലാ തത്ലുബു അലാ അമലിക ഷാഹിദൻ ഗൈറല്ലാഹി തആല വലാ മുജാസി സിവാഹു. നിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു അല്ലാതെ മറ്റൊരു സാക്ഷിയെയോ അവനല്ലാതെ പ്രതിഫലം നൽകുന്ന മറ്റൊരാളെയോ നീ ആഗ്രഹിക്കാതിരിക്കലാണ് ഇഖ്ലാസ്. എല്ലാറ്റിൻ്റെയും പ്രതിഫലം തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്, അല്ലാഹു കേൾക്കുന്നുണ്ട് എന്ന വിചാരത്തോടുകൂടി വികാരത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. അബൂ ഉസ്മാൻ നൈസാബൂരി റഹ്മത്തുള്ളാഹി പറയുകയാണ്, സൃഷ്ടികൾ നമ്മെ കാണുന്നു എന്ന ചിന്തയെ പൂർണ്ണമായി മറക്കുക. സൃഷ്ടികൾ കാണുന്നുണ്ട് എന്നതിനെ പൂർണ്ണമായി മറക്കുക. എന്നിട്ട് സൃഷ്ടാവ് എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ചിന്തയിൽ മുഴുകലാണ് ഇഖ്ലാസ് എന്നത്. നമസ്കരിക്കുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ, ജീവിതത്തിൽ എന്തെന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അല്ലാഹു കാണുന്നുണ്ട് എന്ന അങ്ങേയറ്റത്തെ ഒരു വിചാരം കൊണ്ടുവരാനും നാട്ടുകാർ കാണുന്നത് മെയിൻറ്റ് ചെയ്യാതിരിക്കാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് ഇഖ്ലാസ്. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ നിബന്ധനയാണ് ഇഖ്ലാസ് ഉണ്ടാവുക എന്നത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട്. അവ്വലൻ, ഒന്നാമത്തേത് അയ്യകൂനൽ അമലു മുവാഫിഖൻ ലിമാ ശറഅ അല്ലാഹു വബയ്യനഹു വറസൂലുഹു. ഒരു കർമ്മം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതും അല്ലാഹു നിശ്ചയിച്ചതുമായ മാർഗത്തിൽ ചെയ്യുക എന്നതാണ് കർമ്മങ്ങൾ സ്വീകാര്യമാകാനുള്ള ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത് അൻയകൂനൽ അമലു ഖാലിസൻ ലിവജ്ഹില്ലാഹി തആല. ആ കർമ്മം പൂർണ്ണമായും അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യണം. ഹുദൈർ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി പറയുകയാണ്, അല്ലാഹുവിൻ്റെ വചനമായ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് കർമ്മങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്ത് ജീവനും മരണവും ഉണ്ടാക്കിയത് എന്ന് സൂറത്ത് മുൽക്കിലൂടെ പറയുന്ന ആ വാക്കിനെ പറ്റി പറയുന്നത് അൽ ഖാലിസ് മാ കാന ലില്ലാഹ്,
ഖാലിസ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് എന്നത് അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാവുക. ഏത് പ്രവർത്തനവും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി ആയിരിക്കുക എന്നതാണ് അൽ ഖാലിസ് എന്ന് പറഞ്ഞാൽ. അസ്സവാബ് മാ കാന അലാ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വവാബ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സുന്നത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇത് രണ്ടും കൂടിച്ചേരുന്നിടത്താണ് നാളെ പരലോകത്ത് നമ്മുടെ കിതാബിൽ അത് ഹസനാത്തായി മാറുക. ഹൃദയത്തിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കണം. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മഹത്തരമായ കാര്യം ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നതാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, ശരീരാവയവങ്ങളുടെ ആരാധനകളെക്കാൾ വലുതും സ്ഥിരമായുള്ളതും ഹൃദയത്തിൻ്റെ ആരാധനയാണ്. ഹൃദയം കൊണ്ട് ആരാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എല്ലാ സമയത്തും നിർബന്ധമാണ്. ഒരാൾക്ക് ഇൽമുണ്ടായി ആ ഒരാൾ പ്രവർത്തിക്കാത്ത ഇൽമ് ഉപകരിക്കുമെങ്കിൽ വേദപണ്ഡിതന്മാരെ അള്ളാഹു ആക്ഷേപിക്കുമായിരുന്നില്ല. ധാരാളം അറിവുണ്ടായിട്ടും പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് വേദപണ്ഡിതന്മാരെ അള്ളാഹു ഖുർആനിലൂടെ ആക്ഷേപിച്ചത്. അതേപോലെ ഇഖ്ലാസില്ലാത്ത കർമ്മം ഉപകരിക്കുമായിരുന്നുവെങ്കിൽ കപട വിശ്വാസികളെക്കുറിച്ച് ദോഷം പറയില്ലായിരുന്നു. അഥവാ കാപട്യം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെ പ്രത്യേകത എന്താ? അവർക്ക് പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഇല്ല എന്നത് മാത്രമായിരുന്നു. അതേപോലെ റിയാ, പ്രകടനപരത, അഥവാ ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുക, ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പ്രവർത്തനങ്ങളെ ഭംഗിയാക്കുക, അല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും ഒരു നന്മ പറയണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുക, ഇതൊക്കെ റിയാഇൻ്റെ ഗണത്തിൽ പെടും. ഈ റിയാ എന്ന് പറഞ്ഞാൽ അശ്ശിർക്കുൽ അസ്ഗർ, അത് ചെറിയ ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇഖ്ലാസ് നഷ്ടപ്പെടുന്നതും കർമ്മങ്ങൾ തള്ളപ്പെടാൻ കാരണമാകും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, പരലോകത്ത് ആദ്യമായി വിധി കൽപ്പിക്കപ്പെടുന്ന 3 വിഭാഗം ആളുകളുണ്ട്. 3 ആളുകളെ കൊണ്ടുവരും. 1 രക്തസാക്ഷിത്വം വരിച്ചവനാണ്, 2 അറിവ് നേടുകയും ഖുർആൻ ഓതുകയും ചെയ്തവൻ, 3 അള്ളാഹു നൽകിയ സമ്പത്ത് വേണ്ടുവോളം ചിലവഴിച്ചവൻ. 3 പേരെയും കൊണ്ടുവന്ന് അള്ളാഹു അവരെ ചോദ്യം ചെയ്യും. എന്തിനാണ് രക്തസാക്ഷിത്വം വഹിച്ചത്? എന്തിനാണ് ഖുർആൻ ഓതി അറിവ് പ്രചരിപ്പിച്ചത്? എന്തിനാണ് സമ്പത്ത് ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവേ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നു, കദബ്ത, നീ കളവ് പറഞ്ഞു, നീ വീരനാണെന്നറിയാൻ രക്തസാക്ഷിത്വം വഹിച്ചു, നീ പണ്ഡിതനാണെന്നറിയാൻ ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു, നീ ദാനശീലനാണെന്നറിയാൻ നീ ഇഷ്ടം പോലെ ദാനം ചെയ്തു. ഈ ഒരു കാര്യം ഇഖ്ലാസിൻ്റെ ഗണത്തിൽപ്പെടാത്തത് കൊണ്ട് നിങ്ങൾ 3 പേരും നരകത്തിലേക്ക് പോകണമെന്ന് അല്ലാഹു തആല അവിടെ വിധി കൽപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തഗി ബിഹി വജ്ഹിഹി. തീർച്ചയായും അല്ലാഹു കർമ്മങ്ങളിൽ നിന്ന് അവന് വേണ്ടി മാത്രമായി ചെയ്യപ്പെട്ടതും അവൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചതുമല്ലാതെ മറ്റൊന്നും സ്വീകരിക്കുകയില്ല. നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നമസ്കരിച്ചോ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി നമസ്കരിച്ചോ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹുവിൻ്റെ അടുത്തുള്ള പ്രീതിക്ക് വേണ്ടി ദാനം ചെയ്തോ അള്ളാഹു സ്വീകരിക്കും. അല്ലെങ്കിൽ അത് സ്വീകാര്യമല്ലെന്ന് ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിയ്യത്ത് നന്നാക്കുന്നതിലെ പ്രയാസങ്ങളെക്കുറിച്ച് സലഫുകൾ പറയുന്നുണ്ട്. സലഫു സാലിഹീങ്ങൾ തങ്ങളുടെ നിയ്യത്തിനെ അത്രമേൽ ഭയപ്പെട്ടിരുന്നു. സകല തുസ്രിയോട് ചോദിക്കുന്നു, മനസ്സിനേറ്റവും പ്രയാസകരമായ അമലെന്താണ്? മനസ്സിനേറ്റവും പ്രയാസകരമായ അമലെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇഖ്ലാസാണത്. കാരണം അതിൽ മനസ്സിൻ്റെ ഇച്ഛകൾക്ക് യാതൊരു പങ്കുമില്ല. മനസ്സിൻ്റെ ഇച്ഛകൾക്ക് യാതൊരു പങ്കുമില്ല. ഹവക്ക് പങ്കില്ലാത്ത ഒരു കാര്യമാണെന്ത്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഇഖ്ലാസ് മനസ്സിലുണ്ടാക്കുക എന്നതാണ്. നമസ്കരിക്കാൻ വളുവെടുക്കണം, നമസ്കരിക്കണം, പള്ളിയിൽ പോകണം. ഇതിനേക്കാൾ വലിയ അധ്വാനമുള്ള കാര്യമാണ് ആ നമസ്കരിക്കുമ്പോൾ ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് നമസ്കരിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ് നമസ്കരിക്കുന്നത് എന്ന് വിചാരം, അങ്ങനെ ഒരു വിചാരം മനസ്സിൽ കൊണ്ടുവരൽ നമസ്കരിക്കാൻ അധ്വാനിക്കുന്നതിനേക്കാൾ വലിയ അധ്വാനമാണ് എന്നാണ് പറയുന്നത്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറയുന്നു, എൻ്റെ നിയ്യത്തിനേക്കാൾ കഠിനമായ മറ്റൊന്നിനോടും ഞാൻ പോരാടിയിട്ടില്ല. കാരണം അത് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിയ്യത്തെടുക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അധ്വാനമുണ്ടായിട്ടുള്ളത്. ഈ ലോകത്ത് പ്രവർത്തിക്കാനല്ല, മറിച്ച് ആ പ്രവർത്തനം അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കാൻ മനസ്സുകൊണ്ട് അധ്വാനിക്കുക എന്നതാണ് ഏറ്റവും വലിയ അധ്വാനം. ചുരുക്കത്തിൽ
അള്ളാഹുവിലുള്ള ഇഖ്ലാസ് എന്നത് വിശ്വാസിയുടെ യഥാർത്ഥ മൂലധനവും വിജയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അടിസ്ഥാനവുമാണ്. ആരല്ലാഹുവിന് വേണ്ടിയാകുന്നുവോ അള്ളാഹു അവന് വേണ്ടിയാകും. ഒരു ദാസന് തൻ്റെ നിയ്യത്ത് നന്നാകുമ്പോൾ അള്ളാഹു അവൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കാണുകയും എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്യും. അള്ളാഹുവിങ്കൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം ഇഖ്ലാസ് ആണെന്നാണ് സൂചിപ്പിച്ചത്. ഉദ്ദേശശുദ്ധി പൂർണ്ണമായും അള്ളാഹുവിന് മാത്രമായി ആക്കുക. അതേപോലെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക, പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതിരിക്കുക, പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. ഇതൊക്കെ ഇഖ്ലാസിന് വിരുദ്ധമായി വരുന്ന പ്രവർത്തനങ്ങളിലെ മാലിന്യമാണ് എന്ന് തിരിച്ചറിയണം. കർമ്മങ്ങളെ ശുദ്ധീകരിക്കൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുമ്പോഴാണ് കർമ്മങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. ഇഖ്ലാസിന് ഇഹലോകത്തും പരലോകത്തും വ്യക്തിക്കും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ ഇഖ്ലാസിൻ്റെ കാര്യത്തിലുണ്ട്. ഒന്ന്, ഇഖ്ലാസിൻ്റെ പുണ്യങ്ങൾ. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള യഥാർത്ഥ നിബന്ധന അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ്. നിഷ്കപടതയുണ്ടായിരിക്കുക, കപടമായ ഒരവസ്ഥ ഇല്ലാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ആഗ്രഹിക്കാത്തവരാരാണ്? ആ ശുപാർശ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ നാളെ പരലോക നാളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയ്ക്ക് ഏറ്റവും അർഹനാകാനുള്ള വഴി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ്. ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പരലോക നാളിൽ എൻ്റെ ശുപാർശ കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യം സിദ്ധിക്കുന്ന വ്യക്തി സ്വന്തം ഹൃദയത്തിൽ തികഞ്ഞ നിഷ്കപടതയോടുകൂടി ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇഖ്ലാസോടുകൂടി ഉച്ചരിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിഷ്കപടമായി ജീവിക്കുന്ന വ്യക്തിക്ക് എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവന് രക്ഷ നൽകും. ഗുഹക്കുള്ളിൽ അകപ്പെട്ട് വലിയൊരു പാറ വന്നടഞ്ഞ് പ്രവേശന കവാടം അടയുകയും 3 പേർ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഇഖ്ലാസിനെ മുൻനിർത്തി അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരാൾ പ്രാർത്ഥിച്ചു, ഉമ്മക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഉറക്കമിളച്ച് ഉമ്മയുടെ തലയുടെ ഭാഗത്ത് ഞാൻ നിന്നു. അല്ലാഹുവേ, ഇതിലെ ഇഖ്ലാസിനെ നീ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ ഈ കല്ല് നീക്കണമേ എന്ന് പറയുകയാണ്. ഗുഹയിൽ വന്നടഞ്ഞ പാറ നീങ്ങുകയാണ് അവിടെ നിന്ന്. രണ്ടാമത്തെ ആൾ ഒരു വ്യഭിചാരത്തിന് അവസരം കിട്ടിയിട്ട് അതിലേക്ക് പോകാതെ അതിൽ നിന്ന് ഞാൻ തിരിഞ്ഞു പോന്നു നിന്നെ ഭയപ്പെട്ട് നീ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ കല്ല് നീക്കണമേ എന്ന് പറയുമ്പോൾ ഗുഹാമുഖത്തെ കല്ല് ലേശം കൂടി നീങ്ങുന്നുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം നമ്മളെ തെര്യപ്പെടുത്തുന്നു. ഒരാൾക്ക് കൂലി കൊടുക്കാനുണ്ടായിരുന്നു, അയാൾ കൂലി മേടിക്കാതെ പോയി. അതുകൊണ്ട് ഒരാടിനെ വാങ്ങി. എന്നിട്ട് ആട് പ്രസവിച്ചൊരു താഴ്വര നിറച്ചാടായ സമയത്ത് അയാൾ വന്ന് കൂലി ചോദിക്കുമ്പോൾ ആ പ്രസവിച്ച ആടിനെ മുഴുവൻ അയാൾക്ക് കൊടുത്ത് ഇഖ്ലാസ് കാട്ടിയ മനുഷ്യൻ അതെടുത്തു പറഞ്ഞപ്പോൾ ഗുഹയുടെ കല്ല് ഒന്നുകൂടി നീങ്ങി 3 പേരും രക്ഷപ്പെട്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് കുടുക്കിൽ നിന്നും എന്ത് പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്ത ഏതെങ്കിലും പ്രവർത്തനം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. പിശാചിൽ നിന്നുള്ള സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസിനെ തകർക്കുക എന്നതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ അജണ്ട. പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും വഴിപിഴപ്പിക്കലിൽ നിന്നും ശക്തമായ ഒരു കോട്ടയാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ്. അവരിൽ നിന്നുള്ള നിഷ്കപടമായ അഥവാ ഇഖ്ലാസുള്ള ദാസന്മാരൊഴികെ ബാക്കി എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കും. പിശാച് പറഞ്ഞതാണ്, മുഖ്ലിസീങ്ങളെ ഞാൻ പിഴപ്പിക്കില്ല, ബാക്കി എല്ലാവരെയും പിഴപ്പിക്കും. അപ്പോൾ ഒരാൾക്ക് പിശാചിൻ്റെ വഴിപിഴപ്പിക്കലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം അയാളുടെ പ്രവർത്തനങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തിപരവും മാനസികവുമായും ധാരാളം ഗുണങ്ങൾ ഹൃദയശുദ്ധി ഉണ്ടാകും, മനസ്സമാധാനം ഉണ്ടാവും. ഇഖ്ലാസുള്ള ഒരു വ്യക്തി ആരിൽ നിന്നും പ്രശംസ ആഗ്രഹിക്കുകയില്ല, ആരുടെയും ആക്ഷേപത്തെ ഭയപ്പെടുകയില്ല.
കാരണം അവൻ അള്ളാഹുവിനോട് മാത്രമാണ് ഇടപാടുകൾ നടത്തുന്നത്. അവൻ്റെ ഇടപാടുകൾ മുഴുവൻ ജനങ്ങളോടല്ല, അള്ളാഹുവിനോടാണ്. ഇത് ജനങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള അനാവശ്യമായ ആശങ്കകളിൽ നിന്ന് അവനെ പൂർണ്ണമായ സ്വാതന്ത്ര്യം അവന് ലഭിക്കും. ആരെന്ത് വിചാരിച്ചാൽ എന്താ, റബ്ബ് എന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചാൽ മതി. ആരെന്ത് വിചാരിച്ചാൽ എന്താ, റബ്ബ് എന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവന് ഭയപ്പെടാതെ ഹൃദയശാന്തിയോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ചെറിയ കർമ്മങ്ങളിൽ പോലും ബർക്കത്ത്, അഭിവൃദ്ധി ഉണ്ടാകും. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ചെറിയ നല്ല കാര്യങ്ങളിൽ പോലും അള്ളാഹുവിങ്കൽ വലുതായി മാറുകയും പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യും. നായക്ക് വെള്ളം കൊടുത്ത വ്യഭിചാരിണിയായ ഒരു സ്ത്രീ സ്വർഗത്തിലേക്ക് പോയി. 100 ആളെ കൊന്ന് ഇഖ്ലാസോടുകൂടി നന്നാവണമെന്ന് വിചാരിച്ച് ഒരു നാട്ടിൽ നിന്നും മറുനാട്ടിലേക്ക് ഹിജ്റ പോയ ഒരു മനുഷ്യൻ ആ വഴിയിൽ വെച്ച് മരിച്ചപ്പോൾ ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലാഹു തആല മലക്കുകൾക്ക് ഓർഡർ കൊടുത്തു. അതൊക്കെ ഇഖ്ലാസിന്റെ കരമാണ്. ഇഖ്ലാസിന്റെ കരമാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തിയിൽ വലിയ ഇഖ്ലാസിന്റെ കരമുണ്ടെങ്കിൽ, ഭാരമുണ്ടെങ്കിൽ, ആ ഒരൊറ്റ പ്രവർത്തനം മതി ഒരാൾക്ക് രക്ഷപ്പെടാൻ. എത്രയോ ചെറിയ കാര്യങ്ങളാണ് നല്ല നിയ്യത്ത്, ഉദ്ദേശം കാരണമായി വലുതായി മാറുന്നത്. അതുപോലെ എത്രയോ വലിയ കാര്യങ്ങൾ മോശം നിയ്യത്ത് പ്രകാരം അത് അള്ളാഹുവിൽ വിലയില്ലാത്തതായിത്തീരും. ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ്റെ നിയ്യത്ത് നന്നായിട്ടില്ലെങ്കിൽ അയാൾ എത്രത്തോളം അധ്വാനിച്ചാണ് ഹജ്ജിന് പോയത്, തിരിച്ചു വരുമ്പോൾ അയാളുടെ നിയ്യത്ത് ശരിയല്ലെങ്കിൽ അയാളുടെ ഹജ്ജിൻ്റെ എല്ലാ അധ്വാനവും ഇല്ലാണ്ടായി പോകും. ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഹൃദയ സ്ഥിരത ലഭിക്കാൻ ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഒരു മനുഷ്യന് ആന്തരികമായ കരുത്ത് നൽകും, സ്ഥിരത നൽകും, ദൃഢവിശ്വാസം നൽകും. പ്രതിസന്ധികളിൽ നിന്ന് തെന്നിപ്പോകാനോ സത്യത്തിൽ നിന്ന് പിന്മാറിപ്പോകാനോ അവന് സാധിക്കുകയില്ല. ഇഖ്ലാസോടുകൂടി നിലനിൽക്കുന്ന ഒരാൾക്ക് ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ സാധിക്കും. ജനങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിക്കും. ഇഖ്ലാസ് ഉള്ളവനാണ് അംഗീകാരം ലഭിക്കുക. റിയാ ഉള്ളവൻ അംഗീകാരം ലഭിക്കുകയില്ല. മുനാഫിക്കിന് അംഗീകാരം ലഭിക്കുകയില്ല. ഒരു ദാസൻ തൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ചെയ്യുമ്പോൾ അള്ളാഹു അവന് ഭൂമിയിൽ സ്വീകാര്യത നൽകും. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അവനോടുള്ള സ്നേഹം നിക്ഷേപിക്കും. അതാണ് ഉണ്ടാവുക. സമൂഹത്തിലെ വ്യക്തികൾ, അത് തൊഴിലാകട്ടെ, കുട്ടികളുടെ വളർത്തലാകട്ടെ, സന്നദ്ധ പ്രവർത്തനങ്ങളാകട്ടെ, ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുമ്പോൾ സ്വാർത്ഥതയും പ്രശസ്തിയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്രത്യക്ഷമാകും. പകരം ആത്മാർത്ഥമായ സഹകരണവും പരസ്പര സ്നേഹവും നിലനിൽക്കും. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ വജ് ഉദ്ദേശിച്ചാൽ അതോടുകൂടി ആ കാര്യത്തിൽ അള്ളാഹു എളുപ്പം നൽകും. വിജയവും ഉന്നതിയും കൈവരിക്കാൻ സാധിക്കും. ഒരു സമൂഹം അള്ളാഹുവിൻ്റെ സഹായത്താൽ വിജയം വരിക്കുന്നതും അവർക്ക് ഉപജീവനം ലഭിക്കുന്നതും അവരിൽ ബലഹീനരുടെ പ്രാർത്ഥന കൊണ്ടും ഇഖ്ലാസ് കൊണ്ടുമാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കർമ്മത്തിന് ജീവനും മൂല്യവും ഉണ്ടാകണമെങ്കിൽ, അത് നല്ല കർമ്മമാകണമെങ്കിൽ, അതിൻ്റെ ജീവൻ അറ്റുപോകാതിരിക്കണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മം ജീവനില്ലാത്ത ശരീരം പോലെയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകത്ത് സ്വർഗം നേടുക എന്ന ലക്ഷ്യവും ഏതൊക്കെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നുവോ ആ പ്രവർത്തനങ്ങളൊക്കെ വലിയ ഫലമുളവാക്കുകയും അതുകൊണ്ട് വലിയ വെളിച്ചം നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതിലൂടെ ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് ഉണ്ടാകാനുള്ള ഒരു ഖൽബിയായ പ്രവർത്തനം, ഹൃദയം കൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് ചത്ത പ്രവർത്തനങ്ങളായി മാറുകയും ജീവനില്ലാത്ത പ്രവർത്തനങ്ങളായി മാറുകയും അത് നാളെ പരലോകത്ത് ഉപകാരപ്പെടാതിരിക്കുകയും ചെയ്യും. നമ്മുടെ പ്രവർത്തനങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൽ ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച്, ഇല്ലെങ്കിൽ ബോധപൂർവമായി ഇഖ്ലാസിനെ അതിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഇഖ്ലാസുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുഖ്ലിസീങ്ങളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു കർമ്മം പൂർണ്ണമായും തൃപ്തിയും പരലോക വിജയം മാത്രം ലക്ഷ്യമാക്കി ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതൊരു മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും.
ഇഖ്ലാസോടുകൂടി ഒന്ന് നമസ്കരിച്ചാൽ, ഇഖ്ലാസോടുകൂടി ഒന്ന് ദാനം ചെയ്താൽ ശരീരത്തിന് പോസിറ്റീവ് വരും, മനസ്സിന് പോസിറ്റീവ് വരും. അതുകൊണ്ട് ആത്മാവിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും, മാനസികമായ മാധുര്യം ലഭിക്കും. ഹലാവത്തുൽ ഈമാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലാവത്തുൽ ഈമാൻ ഉണ്ടാകും. അഥവാ ഈമാനിൻ്റെ വല്ലാത്തൊരു മാധുര്യമുണ്ട്. അത് ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് മനസ്സിനുണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. അതേപോലെ നാം ഒരു നന്മ ചെയ്യുമ്പോൾ ജനങ്ങളിൽ നിന്ന് നന്ദിയോ പുകഴ്ത്തയോ പ്രതിഫലമോ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായും സ്വതന്ത്രമാകും. അവർ നമ്മെ പ്രശംസിച്ചാലും അധിക്ഷേപിച്ചാലും ഒന്നും മനസ്സിന് ഒരു ഭാവവ്യത്യാസവും ഉണ്ടാവുകയില്ല. ഇത് തരുന്ന മാനസിക സമാധാനം വളരെ വലുതാണ്. ആക്ഷേപങ്ങളിൽ ഭയപ്പെടുന്നവർ, ആക്ഷേപങ്ങളിൽ ദുഃഖിക്കുന്നവർ, ആക്ഷേപങ്ങളിൽ നിരാശപ്പെടുന്നവർ എന്താ? അവർ ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. മറിച്ച് ഇഖ്ലാസോടുകൂടി കർമ്മം ചെയ്താൽ ഞാൻ ചെയ്തത് അള്ളാഹു കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എനിക്കതിൻ്റെ പ്രതിഫലം തരേണ്ടത് ഈ നാട്ടുകാരല്ല, ഈ വീട്ടുകാരല്ല, എൻ്റെ സുഹൃത്തുക്കളല്ല, മറിച്ച് അള്ളാഹുവാണ് പ്രതിഫലം തരേണ്ടത് എന്ന് വിചാരിക്കുന്നവന് ആരെന്തു പറഞ്ഞാലും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും വരികയില്ല. ആകാംക്ഷയും അതേപോലെ നിരാശയും ഇല്ലാതാകുന്നു. ദുനിയാവിലെ ലാഭനഷ്ടങ്ങൾ മനസ്സിനെ ബാധിക്കുകയില്ല. എൻ്റെ റബ്ബ് ഇത് കണ്ടിട്ടുണ്ട്, അവൻ എനിക്ക് പ്രതിഫലം തരുമെന്ന ഉറപ്പ്, അത് നൽകുന്ന ആത്മസംതൃപ്തിയോളം വലിയ ആത്മസംതൃപ്തി വേറെ എവിടെ നിന്നും ലഭിക്കുകയില്ല. ആളുകൾ ആരും കാണാനില്ലാത്തപ്പോഴും അള്ളാഹുവെ ഓർത്ത് ഇബാദത്ത് ചെയ്യുമ്പോൾ ഹൃദയത്തിനൊരു പ്രത്യേക കുളിർമ ലഭിക്കും. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ ഈ ദുനിയാവിലൊരു സ്വർഗമുണ്ട്. അത് അള്ളാഹു അറിയലും അവനോട് അടുക്കലുമാണ്. അള്ളാഹുവിനെ അറിഞ്ഞ് അവനോടടുത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു നന്മ ചെയ്ത് ഇത് അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നന്മ ചെയ്യുമ്പോൾ ദുനിയാവിലെ സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കാൻ പറ്റും എന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നത്. മനസ്സും ശരീരവും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. മനസ്സ് ശാന്തമാകുമ്പോൾ ശരീരം ആരോഗ്യപൂർണ്ണമാകും, സ്ട്രെസ് ഇല്ലാതാകും. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ മാനസികമായ കടുത്ത സമ്മർദ്ദം അവന് വന്നു ചേരും, അവന് ഭയം വന്നു ചേരും. എന്നാൽ ഇഖ്ലാസിലേക്ക് മാറുമ്പോൾ ഈ സമ്മർദ്ദങ്ങളെല്ലാം ഇല്ലാതാകും. ഇത് മനുഷ്യൻ്റെ ഹൃദ്രോഗങ്ങൾക്ക് വരെ പരിഹാരമാണ് ഇഖ്ലാസോടുകൂടി കർമ്മം ചെയ്യുക എന്നത്. അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യുമ്പോൾ ശരീരത്തിന് പ്രത്യേക ഉണർവ് ലഭിക്കും. എത്ര വലിയ ശാരീരിക അധ്വാനമുള്ള കാര്യമാണെങ്കിലും അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചോർത്ത് അത് എന്നെ സൃഷ്ടിച്ച നാഥൻ കാണുന്നുണ്ട് എന്ന വിചാരത്തോടു കൂടി ചെയ്യുമ്പോൾ ശരീരം തളരില്ല, മനസ്സ് തളരില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. മുഖപ്രസന്നതയുണ്ടാകും. കപടതയില്ലാത്ത ശുദ്ധമായ ഹൃദയമുള്ളവർക്ക് ആഴത്തിലുള്ള സമാധാനപരമായ ഉറക്കം ലഭിക്കും. അതേപോലെ അവരുടെ മുഖത്ത് വല്ലാത്തൊരു തേജസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യണം. അത് ഇഖ്ലാസോടുകൂടി കർമ്മം ചെയ്യുന്നവർക്ക് അത് അനുഭവഭേദ്യമായ ഒരു കാര്യമാണ്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഇഖ്ലാസ്, ഹൃദയത്തിലെ ഇഖ്ലാസ് പുറത്തേക്ക് പ്രതിഫലിക്കുന്നത് മനുഷ്യൻ്റെ മുഖത്തിലൂടെയാണ്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു, തഹജ്ജുദ് നമസ്കരിക്കുന്നവരുടെ മുഖത്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഭംഗിയും പ്രകാശവും ഉണ്ടാകുന്നത് എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, അവർ അള്ളാഹുവുമായി ഏകാന്തതയിലായിരുന്നു. അപ്പോൾ അള്ളാഹു അവൻ്റെ പ്രകാശത്തിൽ നിന്നും അവർക്ക് പകുത്തു കൊടുത്തു, അവർക്ക് വിഹിതം നൽകി എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറയുകയാണ്. പ്രതാപം വർദ്ധിക്കും. ജനങ്ങളുടെ മുന്നിൽ തലകുനിക്കാത്ത ആളായിട്ട് മുഖല്ലസായ ഒരാൾക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇഖ്ലാസോടുകൂടി കർമ്മം ചെയ്യണമെന്നൊരു വാശി, അങ്ങനെയുള്ള ഒരു ഉറപ്പ്, ഒരു സ്ഥൈര്യം, സ്ഥിരമായി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുക, ഇതൊക്കെ വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിൻ്റെ ആളുകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടാൻ ശ്രമിക്കണം. മനസ്സിനെ പാകപ്പെടുത്തണം. അള്ളാഹുവിന് വേണ്ടിയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നൊരു വിചാരം, ഒരു വികാരം, ഒരു ചിന്ത മനസ്സിൽ ഉടലെടുക്കണം. അതിനു വേണ്ടി മനസ്സിനെ പാകപ്പെടുത്താൻ ധാരാളമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, മുഖ്ലിസീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണമേ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകണമേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
നാളെ പരലോകത്തെത്തുമ്പോൾ മുഖലിസീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലം ശിഫാഉൻ ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.